ഹായ് ഫ്രണ്ട്സ്, പൂക്കാലം വരെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോൾ അഭി സംയുക്തനോട് ഇങ്ങനെ പറയാണ്, സംയുക്തെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ സംയുക്ത ചോദിക്കുകയാണ് എന്താ. അപ്പോൾ അഭി ഒരു നാണത്തോടെ ഇങ്ങനെ പറയാണ്, അത് എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല, എന്നാലും പറയാതെ പറ്റില്ല, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. ഇത് കേട്ടിട്ട് സന്തോഷത്തോടെ സംയുക്ത ചോദിക്കുകയാണ് എന്ത്. അതിന് മറുപടിയായിട്ട് അഭി പറയാണ് ഐ ലവ് യു. സംയുക്ത ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ടിട്ട് അഭി ചോദിക്കുകയാണ്, അല്ല നീ എന്തോന്നും പറയാത്തെ. ഞാനിപ്പോൾ എന്തു പറയാനാ, ഇതിപ്പോൾ എനിക്ക് ഭ്രാന്തായോ അതോ അഭിയേട്ടന് ഭ്രാന്തായോ. അപ്പോൾ അഭി പറയാണ്, പണ്ട് നീ പറഞ്ഞ പോലെ പ്രണയത്തിന് ഭ്രാന്ത് എന്നൊരർത്ഥം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് രണ്ടുപേർക്കും ഭ്രാന്താണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ അഭി ഇങ്ങനെ ഒരു ദിവാസ്വപ്നം പോലെ തൻ്റെ മനസ്സിൽ ഇങ്ങനെ നെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സാറെന്ന് വിളിച്ചിട്ട് ശ്രീബുദ്ധൻ ആ റൂമിലേക്ക് കടന്നു വരുന്നത്. ശ്രീബുദ്ധനെ കണ്ട ദേഷ്യം വന്ന അഭി പറയുകയാണ് ശ്രീബുദ്ധനോട്, എടോ തന്നോട് ഞാൻ പറഞ്ഞല്ലേ ഡോറ് നോക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കടന്നു വരാമെന്നും. ഇത് കേട്ടിട്ട് ശ്രീബുദ്ധൻ പറയാണ്, ഞാൻ നോക്ക് ചെയ്തു സാർ, പക്ഷേ സാറ് കേട്ടില്ല. എവിടെ, ആര് നോക്ക് ചെയ്തു, താൻ ചുമ്മാ കള്ളമൊന്നും പറയരുത്. അല്ല സാറിന് എന്ത് പറ്റി, എന്ത് പറ്റിയെന്ന്, ഔട്ട്, ഗെറ്റ് ഔട്ട്. അങ്ങനെ ശ്രീബുദ്ധനെ തൻ്റെ ക്യാബിൽ നിന്ന് അഭി ഇങ്ങനെ ഒഴിവാക്കുകയാണ്. അങ്ങനെ ശ്രീബുദ്ധൻ പോയ ശേഷവും അഭി ഇങ്ങനെ സംയുക്തയുടെ കാര്യം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പാർവതീൻ്റെ വീടാണ്. പാർവതി ഇങ്ങനെ വീടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ വീട്ടിലേക്ക് 2-3 പേര് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ അവരെ കണ്ട ശേഷം പാർവതി ഇങ്ങനെ യതീന്ദ്രനെ വിളിക്കുകയാണ്. യതീന്ദ്രനെ വിളിച്ച ശേഷം യതീന്ദ്രൻ വന്ന ശേഷം അവരോട് ചോദിക്കുകയാണ്, ആരാന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയാണ്, ഞങ്ങൾ ബാങ്കിൽ നിന്നാണ്, ജപ്തി ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന്. ഇത് കേട്ടിട്ട് അവരുടെ യതീന്ദ്രൻ പറയാണ്, സാർ ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി അനുവദിക്കണം, 5-6 മാസത്തിനകം ഞങ്ങൾ എങ്ങനെയെങ്കിലും മുഴുവൻ തുക അടയ്ക്കാം. ഇത് കേട്ടിട്ട് ബാങ്ക് മാനേജർ പറയാണ്, കുറച്ച് നാളായിട്ട് നിങ്ങൾ ഇത് തന്നെയാണല്ലോ പറയുന്നത്, ഇനി ഞങ്ങൾക്ക് നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല. നിയമം വിട്ടിട്ട് ഒരു ഔദാര്യവും നിങ്ങൾ ഉദ്ദേശിക്കേണ്ട. 27-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്, അതിനു മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്, അല്ലെങ്കിലേ വീടും പറമ്പും ബാങ്ക് കൊണ്ടുപോകും. ഇത്രയും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. അങ്ങനെ യതീന്ദ്രനും പാർവതി ഇത് കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിസ്സഹായാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പാർവതിയോട് യതീന്ദ്രൻ ചോദിക്കുകയാണ്, പാറു നിനക്ക് തോന്നുന്നുണ്ടോ ഇതെല്ലാം എൻ്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന്. നീ കരയാതെ, ദൈവം നമ്മളെ കൈവിടില്ല പാറു. ഇത് കേട്ടിട്ട് പാറു പറയാണ്, ഈ വരുന്ന 27 എന്ന് പറയുമ്പോൾ ഇനി 2 ആഴ്ചയല്ലേ ഉള്ളൂ, ഇതിനുള്ളിൽ നമ്മൾ എങ്ങനെ ഇതായിട്ട് അതൊക്കെ അടച്ചു തീർക്കുക. ലോണ് മുടങ്ങിയതിനെ കൊണ്ട് ബാങ്ക് വായ്പ എടുക്കുന്ന കാര്യം ഇനി ആലോചിക്കേണ്ട, ബ്ലേഡുകാരും സഹായിക്കാൻ വഴിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതേട്ടാ, കയറിക്കിടക്കാൻ ആകെയുള്ളൊരു കൂരയോ. ഇതും കൂടി പോയാലെന്ന് പറഞ്ഞ് ഇങ്ങനെ കരയാണ് പാറു. അപ്പോൾ പാറുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് യതീന്ദ്രൻ പറയാണ്, പോവില്ല, പോവാൻ ഞാൻ സമ്മതിക്കില്ല പാറു, മരിക്കുവോളം തന്നെ നീ ഞാനും ഈ പുത്തൻ വീട്ടിൽ തന്നെയായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് കുറച്ച് കാശ് രാജശേഖരൻ സാറിനോട് വായ്പ വെച്ചാലോ. ഇത് കേട്ടിട്ട് പാറു പറയാണ്, അത് ശരിയാവില്ല. അതെന്താ പാറു, കളപ്പരക്കൽക്കാർ നമുക്ക് അന്യരൊന്നും അല്ലല്ലോ, അടുത്ത ബന്ധുക്കളല്ലേ. അത് വേണ്ട ഇത് കേട്ടോ, നീ പറയുമ്പോഴല്ല പാറു, രാജശേഖരൻ സാറേ ഒരു നല്ല മനുഷ്യനാ. ആയിക്കോട്ടെ, ആ നല്ല മനുഷ്യൻ്റെ മരുമക്കളാ നമ്മുടെ പെമ്മക്കൾ. നമ്മളെ അവരോട് കാശ് വാങ്ങിയാലേ നമ്മുടെ മക്കൾക്കാ അതിൻ്റെ നാണക്കേട്. പാറു, കാശ് വാങ്ങുന്നത് ദാനമായിട്ടൊന്നുമല്ലല്ലോ, കടമായിട്ടല്ലേ, അത് നമുക്ക് വേഗം തന്നെ കൊടുത്തു തീർക്കാം. എന്നാൽ അത് വേണ്ട യതിയേട്ടാ, അവരുമായിട്ടുള്ള ഒരേ ഇടപാടും നമുക്ക് ശരിയാവില്ല. അതെ, തൽക്കാലം യതിയേട്ടൻ വേറെ ഏതെങ്കിലും വഴി നോക്ക്, അല്ലെങ്കിൽ പിന്നേന്ന് ഇങ്ങനെ പറഞ്ഞ് പാറു ഇങ്ങനെ മുഴുവിപ്പിക്കാൻ നോക്കുമ്പോൾ യതീന്ദ്രൻ പറയുകയാണ്, റോഡിലേക്ക് ഇറങ്ങാമല്ലേ. നമ്മൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു പാറു, നമ്മുടെ കൂടെ പ്രായപൂർത്തിയായ 2 പെമ്മക്കളുണ്ട്, അവരെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ. ശരിയാ യതിയേട്ടാ, അവരെക്കുറിച്ച് ആലോചിച്ചതുകൊണ്ടാണല്ലോ നമുക്ക് ഈ കടങ്ങളൊക്കെ വന്നത്, അവരെ വളർത്താനും പഠിപ്പിക്കാനും വേണ്ടിയാണല്ലോ നമ്മൾ ബാധ്യതക്കാരായത്. കേട്ടിട്ട് യതീന്ദ്രൻ പറയുക, അത് ഓർക്കുമ്പോഴാ ഏക ആശ്വാസം. എന്നാലും പാറു, ഈ വീട് കൈവിട്ട് പോയിക്കൂടാ. നാളെ ഒരു കാലത്ത് നമ്മുടെ മക്കളുടെ ഉള്ളിൽ പോലും അച്ഛനെയും അമ്മയും പഴിക്കാനൊരു ഇടയുണ്ടാക്കരുത്. ആലോചിച്ചിട്ട് ഒരു വഴിയും തെളിയുന്നില്ല യതിയേട്ടാ. അങ്ങനെ പാറുവിൻ്റെ വാക്ക് കേട്ടിട്ട് യതീന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന യതീന്ദ്രൻ ഇങ്ങനെ കളപ്പുരക്കയിലേക്ക് പോവാണ്. അങ്ങനെ യതീന്ദ്രൻ കളപ്പുരക്കയിൽ എത്തിയത് കണ്ടിട്ട് നമ്മളെ സൗദാമിനി അപ്പച്ചി ഇങ്ങനെ ഷർമിളനെ വിളിക്കുകയാണ്, നാത്തൂനെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഷർമിള സൗദാമിനിയുടെ വീട് കേട്ടിട്ട് നേരെ ചെന്ന് നോക്കുകയാണ്. അങ്ങനെ ഷർമിളയും കാണുന്നുണ്ട് യതീന്ദ്രനെ. അങ്ങനെ യതീന്ദ്രനെ കണ്ട ശേഷം ഷർമിള പറയുകയാണ്, ആഹാ ഇതാരാ, യതീന്ദ്രനോ, വാ കയറി വാ. അല്ല എന്താ പാർവതിയെ കൊണ്ടുവരാത്തത്. അവള് വന്നില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നേ. ഇത് കേട്ടിട്ട് സൗദാമിനി അപ്പച്ചി ചോദിക്കുകയാണ്, പൂക്കച്ചവടത്തിൻ്റെ തിരക്കായിരിക്കും അല്ലേ. ആ നിങ്ങൾ വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് വാ. ആ ഇരിക്കുമെന്ന് പറഞ്ഞ് ഷർമിള ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഷർമിളേൻ്റെ ഒരു ഭാവമാറ്റം കണ്ടിട്ട് സൗദാമിനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, അല്ല നാത്തൂന് ശരിക്കും വട്ടായോ. അങ്ങനെ അവരെല്ലാവരും അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സൗദാമിനി അപ്പച്ചി ഇങ്ങനെ പറയുകയാണ്, അല്ല
ഒരു പണ്ടേ എനിക്കുള്ള സംശയമാണ്. ഒരു കാര്യം ചോദിക്കട്ടെ യതീന്ദ്രേട്ടാ? അപ്പം യതീന്ദ്രൻ പറയാണ്, ആ ചോദിച്ചോളൂ. അപ്പം ചോദിക്കുകയാണ് സൗദാമിനി, അല്ല ഈ ബോട്ട് കണ്ടക്ടർമാർക്കൊക്കെ എത്ര ശമ്പളം വരും? ഇതിന് മറുപടിയായിട്ട് യതീന്ദ്രൻ പറയാണ്, അങ്ങനെയൊന്നുമില്ല, ജീവിച്ചു പോവാം. അപ്പോൾ സൗദാമിനി പറയാം, ഇവിടെ ആയതുകൊണ്ടേ സാരമില്ല. റേഷൻ കാർഡിലെ യെല്ലോക്കാരുകാർക്ക് എല്ലാം ഫുള്ള് ഫ്രീ അല്ലേ? ഞങ്ങളെ ബോംബെയിലൊക്കെ വലിയ എക്സ്പെൻസീവ് ലൈഫാ. ചുമ്മാ ഒരു ദിവസം പട്ടിണി വെക്കാൻ പോലും വേണം 10,000 രൂപ. ഇത് കേട്ടിട്ട് യതീന്ദ്രൻ പറയാം, ഞാൻ വന്നതേ രാജശേഖരൻ സാറിനെ ഒന്ന് കാണാനാ. ഇത് കേട്ടിട്ട് ഷർമിള പറയാണ്, അയ്യോ രാജേട്ടനെ ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് പാലക്കാട് വരെ ഒന്ന് പോയതാ, 2-3 ദിവസം കഴിഞ്ഞേ വരും. ഇത് കേട്ടിട്ട് യതീന്ദ്രൻ പറയാ, അയ്യോ കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞാൽ മതിയെങ്കിൽ എന്നോട് പറഞ്ഞോളും, ഞാൻ വൈകിട്ട് ഏട്ടൻ വിളിക്കുമ്പോൾ വന്ന് പറഞ്ഞോളാം എന്നിങ്ങനെ ഷർമിള പറയാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ, പുത്തൻ വീട്ടുകാരോടെ ഞാൻ ഇന്നേ വരെ അകൽച്ചയൊന്നും കാണിച്ചിട്ടില്ല. യതീന്ദ്രനും പാർവതി എനിക്ക് അന്യരും അല്ല. ഇത് കേട്ടിട്ട് സൗദാമിനിയെപ്പറ്റി ഇങ്ങനെ മനസ്സിൽ പറയാണ്, എപ്പം മുതൽ ഇത് അൽഷിമേഴ്സിൻ്റെ തുടക്കം തന്നെ. ഞങ്ങളെ വീട്ടിലേക്ക് വിളക്ക് വെച്ച് കയറി വന്ന മക്കളുടെ അച്ഛനും അമ്മയാണ് നിങ്ങൾ. പിന്നെ പാർവതിക്ക് എന്തോ എന്നോട് അകൽച്ചയുണ്ട്. അതേ അകൽച്ച ചില സമയത്ത് സംയുക്തയും കാണിക്കാറുണ്ട്. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കാറില്ല. കല്യാണ കാര്യത്തിലെ തുടക്കത്തിൽ എനിക്ക് കുറച്ച് എതിർപ്പുണ്ടായിരുന്നുള്ള സത്യം. അത് പിന്നെ യതീന്ദ്രൻ എൻ്റെ ഭാഗത്ത് ചിന്തിച്ച് നോക്കിയാൽ എൻ്റെ ശരി ബോധ്യപ്പെടും. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കും ഉണ്ടാവല്ലോ ചില സ്വപ്നങ്ങളൊക്കെ. ആദ്യം ഈ ബന്ധം അംഗീകരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല എന്ന് വെച്ച് ഞാൻ ആജന്മ ശത്രുവൊന്നും അല്ലല്ലോ, ഒരു അമ്മയല്ലേ. ഇത് കേട്ടിട്ട് യതീന്ദ്രൻ പറയാണ്, അയ്യോ ഞാൻ ഷർമിളയെക്കുറിച്ച് അങ്ങനെയൊന്നും വിചാരിച്ചില്ല കേട്ടോ. യതീന്ദ്രൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ വന്നതേ കുറച്ച് കാശിൻ്റെ ആവശ്യത്തിനായിരുന്നു. ഇത് കേട്ടിട്ട് ഷർമിള എങ്ങനെ ഷോക്കാവുകയാണ്. ബാങ്കിൽ ഒരു 5 ലക്ഷം രൂപയുടെ കടമുണ്ട്. വീട് വെച്ചത് വീടായിരുന്നു, ഇപ്പോൾ ജപ്തി വന്നിരിക്കുന്നു. 27-ാം തീയതിക്കുള്ളിൽ പണം അടിച്ചില്ലെങ്കിൽ വീടും പറമ്പും അവർ ജപ്തി ചെയ്യും. വൈകിട്ട് രാജശേഖരൻ സാറിനെ വിളിക്കുമ്പോഴേ ഇതൊന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു. കടമായിട്ട് തന്നാൽ മതി, ഞാൻ കുറച്ചായിട്ട് അടച്ചു തീർത്തോളാം. ഇത് കേട്ടിട്ട് ഷർമിള പറയാണ്, ഇതിപ്പോൾ ഞാൻ രാജേട്ടനോട് പറയില്ല. ഇത് കേട്ടിട്ട് യതീന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല ഷർമിള, അത് ഇത്ര നിസ്സാരമായ കാര്യങ്ങളൊക്കെ ഏട്ടനോട് പറഞ്ഞാലേ ഏട്ടനത് ഇഷ്ടപ്പെടില്ല. ഇതൊക്കെ നീ തന്നെ കൈകാര്യം ചെയ്താൽ പോരെ ഷർമിള എന്ന് ചോദിച്ച് എന്നെ വഴക്ക് പറയും. 5 ലക്ഷം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ തരാം. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സൗദാമിനിയെപ്പറ്റി ഇങ്ങനെ മനസ്സിൽ പറയാണ്, ഓ ഇത് മുഴുത്ത വട്ട് തന്നെ. ഇതൊക്കെ കേട്ടപ്പോൾ യതീന്ദ്രൻ പറയാണ്, എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഷർമിളെ. ഈ ഒരു ഔദാര്യത്തിന് ഞാൻ എങ്ങനെയാ? ഔദാര്യമല്ല യതീന്ദ്ര, സ്നേഹം, ഇഷ്ടം. തൽക്കാലം അങ്ങനെ കരുതിയാൽ മതി. ആ നാത്തും പോയൊരു ചായ ഇടും. അപ്പോൾ യതീന്ദ്രൻ പറയാണ്, ഇപ്പം ചായ ഒന്നും വേണ്ട ഷർമിളെ. അയ്യോ അത് പറ്റില്ല, ചായ കുടിച്ചിട്ട് യതീന്ദ്രനെ ഞാൻ വിടും. കാശ് ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു തന്നോളാം. ഏയ് ധൃതിയൊന്നും വേണ്ട, സാവകാശം മതി. ഇനി അഥവാ തിരിച്ചു തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരത്യാവശ്യം വരുമ്പോഴാണല്ലോ നമ്മൾ ബന്ധുക്കളൊക്കെ സഹായിക്കേണ്ടത്. കളപ്പരക്കലും പുത്തൻ വീട്ടും തമ്മിലെ ഇനിയെങ്കിലും ഒരു വ്യത്യാസം വെക്കാതിരുന്നാൽ മതി. ഞാൻ പോയി കാശ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഷർമിള എങ്ങനെ അവിടുന്ന് പോവാണ്. അങ്ങനെ ഷർമിള പോയി പൈസ എടുത്ത് യതീന്ദ്രൻ കൊടുക്കുകയാണ്. അങ്ങനെ പൈസ വാങ്ങുമ്പോൾ യതീന്ദ്രൻ പറയാണ്, എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. കാശ് ഞാൻ ഇവിടുന്ന് വാങ്ങിയെന്നേ, തൽക്കാലം പാറു അറിയണ്ട. ഒന്നും ഉണ്ടായിട്ടല്ല, അവളെ ഒരിത്തിരി ദുരഭിമാനിയാണ്. അപ്പോൾ അധികം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. സമ്മതിച്ചു. അങ്ങനെ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് യതീന്ദ്രൻ അവിടുന്ന് പോവാണ്. യതീന്ദ്രൻ അങ്ങനെ അവിടുന്ന് പോയ ശേഷം നമ്മുടെ സൗദാമിനിയെപ്പറ്റി ഷർമിളയോട് ചോദിക്കുകയാണ്, അല്ല നാത്തൂൻ എന്ത് ഭാവിച്ചാ? അപ്പോൾ ഷർമിള പറയാണ്, പറഞ്ഞാലേ സുഖം പോവും, കളിയെ നാത്തൂനെ നേരിൽ കണ്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പറഞ്ഞാൽ പാർവതി ഇങ്ങനെ വീട്ടിലിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പൈസ കൊണ്ടുവച്ച് യതീന്ദ്രൻ അങ്ങോട്ട് കടന്നു വരുന്നത്. എന്നിട്ട് യതീന്ദ്രൻ പറയാണ്, പാറു ദൈവം നമ്മളെ കൈവിടില്ല, ഇതാ പണം കിട്ടി, 5 ലക്ഷം ഉണ്ട്. ഇത് കേട്ടിട്ട് പാർവതി ചോദിക്കുകയാണ്, അല്ല ഇത് എവിടുന്ന എഴുതിയേട്ടാ? അതെൻ്റെ ഒരു കൂട്ടുകാരെ സഹായിച്ചാ. ഇത്രയും കാശ് വന്നിട്ട് സഹായിക്കാൻ മാത്രം ഏത് കൂട്ടുകാരനെ എഴുതിയേട്ടെന്നുള്ളത് നീ അറിയില്ല? സുരേഷ് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാ, ഇപ്പോഴേ ഗൾഫിൽ വലിയ നിലയിലാണ്. 5 ലക്ഷം രൂപ ഞാൻ ഇതുവരെ ഒരുമിച്ച് നിൻ്റെ കൈ കൊണ്ട് തന്നിട്ടില്ലല്ലോ. കടം വാങ്ങിച്ചാലും ഇത് അതിനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ പാറു. ഇത് നമുക്ക് പൂജാമുറി കൊണ്ടുവെക്കാം, നാളെ കാലത്ത് ബാങ്കിൽ അടയ്ക്കാമല്ലോ. എന്നാലും എഴുതിയേട്ടാ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാലോ എനിക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പാറു. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ പാർവതിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അങ്ങനെ ഫോൺ റിങ് ചെയ്ത് കേട്ടിട്ടും ഓർമ്മ വന്ന പാർവതി പറയാണ്, അയ്യോ പൂക്കടനെ സുനിലായിരിക്കും, നാളത്തേക്ക് 25 മുഴം മുല്ലപ്പൂവിന് ഓർഡർ ഉണ്ടായിരുന്നു, തൽക്കാലം ഞാൻ വേഗം പോയി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാറു അവിടുന്ന് പോവാണ്. അങ്ങനെ പാറു പോയി ഫോൺ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ അത് സുനിലായിരിക്കില്ല, ഷർമിളയായിരിക്കും. ഷർമിള ഇങ്ങനെ പറയാണ്, നീ എന്താ പറഞ്ഞ് കാൽ പിടിച്ച് വലിച്ചു കീറി നിലത്തടിക്കുന്നു, എന്നാ വാടി വേഗം വാ, വരുമ്പോഴേ എൻ്റെ ആ കാശ് കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നോ. ഇത് കേട്ടിട്ട് പാറു ആകെ ഷോക്കാവുകയാണ്. എൻ്റെ ഭർത്താവ് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മുമ്പേ എന്ന് വാങ്ങിക്കൊണ്ടുപോയ ആ 5 ലക്ഷം രൂപ
എന്താടി, എന്താ നീ ഒന്നും മിണ്ടാത്തെ? നിനക്കേ മിണ്ടാൻ പറ്റില്ലെന്നേ എനിക്കറിയാം. നീ ഇപ്പോളേ എനിക്ക് കടക്കാരിയാടി, എൻ്റെ അടിമ. ഞാൻ പറയുമ്പോഴേ ആടുകയും ചാടുകയും ചെയ്യുന്ന കളിപ്പാവാം. നീ പേടിക്കണ്ട, നീ ഇപ്പോഴേ കാശൊന്നും തിരിച്ചുകൊണ്ട് വരണ്ട. പകരം നീ ഇവിടെ കളപ്പുരക്കലിലേക്ക് ഒന്ന് വരണം. വെറുതെ വന്നാൽ പോരാ, വന്നിട്ടേ എൻ്റെ കാലിലൊന്ന് തൊട്ട് തൊഴണം. എന്താ വരില്ലേ നീ? എന്താടി, എന്താ നീ ഒന്നും മിണ്ടാത്ത്? അണ്ണാക്കിലെ പിരിവെട്ടിപ്പോയോ? ഇതൊക്കെ മറുപടിയായിട്ട് പാറു പറയാണ്, ഞാൻ വരാം. അത്രയും പറഞ്ഞിട്ട് പാറു ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സമയം നമ്മുടെ യതീന്ദ്രൻ പൂജാമുറിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈശ്വര ക്ഷമിക്കണേ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ പാറുവിനോട് കള്ളം പറയുന്നത്. പിന്നെ ഞാൻ എന്താ വേണ്ടത്? കളപ്പുരക്കാരോട് കാശ് ചോദിക്കരുതെന്ന് അവൾ പറഞ്ഞല്ലേ. ചെറിയൊരു കാര്യമാണെങ്കിലും ഞാൻ അവിടെ വാക്ക് തെറ്റിച്ചു എന്ന് പറയുമ്പോൾ ആ സാവകാശം അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മളൊക്കെ ഈ പാറുവിനോട് വല്ല നീരസം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുകയും ചെയ്യും. യതീന്ദ്രൻ പൂജാമുറിയിൽ നിന്ന് തൊഴുതിറങ്ങുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് പാർവതി നേരെ കളപ്പുരക്കിലേക്ക് പോവാണ്. അവിടെ പ്രകൃതിയെ കണ്ട ശേഷം ശർമ്മിള പറയുകയാണ്, ഓഹോ ഇത്ര പെട്ടെന്ന് നീ എത്തിയോ? നന്നായി, വളരെ നന്നായി, നീ വാ. അങ്ങനെ പാർവതിയെ കണ്ടിട്ട് നാത്തൂന് ഓടി വരികയാണ്. അങ്ങനെ നാത്തൂനെ കണ്ട ശേഷം ശർമ്മിള പറയുകയാണ്, ആ നാത്തൂന് എത്തിയോ? ഞാൻ നാത്തൂനെ വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഈ മനോഹരമായ കാഴ്ചയ്ക്ക് ഞാനൊരു സാക്ഷി അന്വേഷിക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ഏതായാലും കൃത്യസമയത്ത് നാത്തൂൻ വന്നല്ലോ. ആ നോക്കി നിൽക്കാതെ കയറി വാ. അങ്ങനെ പാർവതി ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വരുന്നത് കണ്ടിട്ട് സൗദാമിനി പറയുക, ഞാൻ പറഞ്ഞതല്ലേ നാത്തൂനെ, പാർവതി ഒരു പാവാന്ന്. ഏതായാലും നമുക്ക് ആ ചടങ്ങ് നടത്താം അല്ലെ നാത്തൂനെ എന്ന് പറഞ്ഞിട്ട് എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ട് ഭയഭക്തി ബഹുമാനത്തോടെ നീ ആ കാലം കൂടി പിടിച്ചോന്ന് പറഞ്ഞിട്ട് ശർമ്മിള ഇങ്ങനെ കാലം ഇങ്ങനെ കയറ്റി വെച്ച് നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് സങ്കടവും ദേഷ്യവും എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ പാർവതി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പാർവതി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശർമ്മിള പറയാണ്, നോക്കി നിൽക്കാതെ വേഗം ആവട്ടെ. നമ്മുടെ സൗദാമിനെ പറ്റി പറയാണ്, നിൽക്ക്. മുമ്പ് വന്നപ്പോഴേ പാർവതി കൊച്ചമ്മ ഏതാണ്ട് പറഞ്ഞിരുന്നല്ലോ. എന്താ നാത്തൂനെ അത്? ആ ശർമ്മിള നാത്തൂൻ്റെ കാലി വാരി താഴെ അടിക്കുന്നു അല്ലേ? പിന്നെ ഏതാണ്ട് എന്തോ പറഞ്ഞിരുന്നല്ലോ. ആ നിങ്ങളുടെ ഭീഷണി എനിക്കും ബാധകമാണെന്ന്, ശരിയല്ലേ? അപ്പോൾ ശർമ്മിള ചോദിക്കുകയാണ്, നീ എന്താടി മൗനവ്രതത്തിലാണോ? അതോ ആത്മാഭിമാനം കൊണ്ട് നിന്റെ നാവ് ഉറച്ചു പോയോ? ഭർത്താവിനെ പറഞ്ഞയച്ച് കള്ളനാടകം കളിച്ച് പിച്ച വാങ്ങുമ്പോഴേ ഓർക്കണമായിരുന്നു അതിന് ഇങ്ങനെ ഒരു ആൻറ്റി ക്ലൈമാക്സ് ഉണ്ടാവുമെന്ന്. നീ എന്താണ് ഞങ്ങളെക്കുറിച്ച് വിചാരിച്ചത്? ഞാനും എൻ്റെ നാത്തൂനും പൊട്ടികളാണെന്നോ? നീയാണ് നിന്റെ ഭർത്താവിനെ തെണ്ടാൻ പറഞ്ഞയച്ചതെന്ന് ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചോ? നിന്റെ കെട്ടിയ വലിയ ഭാര്യാസ്നേഹിയാണല്ലോ. നീ പറഞ്ഞു പഠിപ്പിച്ചത് അതേപോലെ തന്നെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് വേറെ ആരറിഞ്ഞാലും കാശ് കടം വാങ്ങിയ കാര്യം നീ അറിയരുതെന്നാ അയാൾ വന്ന് പറഞ്ഞത്. കടമോ? അതും 5 ലക്ഷം രൂപ. വേറെ അത് എവിടെ നിന്ന് എടുത്ത് തിരിച്ചു തരാനാ നാത്തൂന്? 5 ലക്ഷം പോയിട്ട് 5000 രൂപ തികച്ചു കാണാതെ ദരിദ്രവാസികളാ ഇവര്. ഇതൊക്കെ കേട്ടുകൊണ്ട് പാറു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്.